ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. നീ ഫോർ അവർ എന്ന് പറഞ്ഞിടത്തിന്റെ ടീച്ചർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഫിനിക്സ് എന്ന് പറഞ്ഞിടത്തിന്റെ ഇന്ത വാങ്ങിക്കോ എന്നിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ പ്രഭാസ് അനു എന്ന് പറഞ്ഞിടത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതിന്റെ പ്രൊഡക്ഷൻ ഡിസൈനർ ആയിട്ടുള്ള അനിൽ ജാദവ് എന്ന് പറഞ്ഞ ആളുടെ ബർത്ത്ഡേ വിഷ് കൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ ചവദാർ എന്ന് പറഞ്ഞിട്ടുള്ള പടം സെപ്റ്റംബർ 12 ഈ വർഷം പുറത്തിറങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഹൗസ്ഫുൾ 5 എന്ന് പറഞ്ഞാൽ 179.39 കോടിയാണ് ഇതുവരെയായിട്ട് ഇന്ത്യയിൽ നിന്ന് നേടിയിട്ടുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലാസ്ക് എന്ന് പറഞ്ഞിടത്തിന്റെ ഭാഗത്ത് നിന്ന് ടീച്ചർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത ടീച്ചറായിട്ടാണ് തോന്നിയത്. പിന്നെ സൂപ്പർമാൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം ജൂലൈ 11 റിലീസാകുമെന്ന് അറിയിച്ചുകൊണ്ട് ഒരു പുതിയ പോസ്റ്റർ ണ്ട്. പിന്നെ ത്രിബന്ധധാരി ബാർബറിക് എന്ന് പറഞ്ഞിടത്തിന്റെ ഭാഗത്ത് നിന്ന് രമേശ് കുശന്തർ എന്ന് പറഞ്ഞിട്ടുള്ള DOP കൈകാര്യം ചെയ്യുന്ന ആളുടെ ബർത്ത്ഡേ വിഷ് കൊണ്ട് പോസ്റ്റർ ആക്കി. പിന്നെ തഗ്ലീഫ് എന്ന് പറഞ്ഞിടത്തിലത്തെ ഒമാര എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ് ഇന്നലെ 6 മണിക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ജയിലർ 2 എന്ന് പറഞ്ഞിടത്തിന്റെ ഭാഗത്ത് 2-3 സ്റ്റിൽസ് കിട്ടിയിട്ടുണ്ട്. അത് വേറെ ഒന്നല്ല, നെൽസൺ ദിലീപ് കുമാറിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് സ്റ്റിൽ കിട്ടിയിട്ടുള്ളതാണ്. എന്തായാലും സ്റ്റിൽസൊക്കെ ഞാൻ ഇതിൽ കാണിക്കാം. എന്തായാലും ഇപ്പോൾ കാണിച്ച സ്റ്റില്ല് യോഗി ബാബു ഉണ്ട് കൂടെ. പിന്നെ തേരെ ഇഷ്കുമേ എന്ന് പറഞ്ഞിടത്തിന്റെ ഭാഗത്ത് ഒരു പുതിയ സ്റ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ധനുഷിന്റെ. ആളൊരു ഓഫീസറായിട്ടാണ് എത്തുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ അത് 100 എന്ന് പറഞ്ഞിട്ടുള്ള ജൂലൈ 11 റിലീസ് ആകുമ്പോൾ അപ്പോൾ അതിലത്തെ ഹേ മേഖല എന്ന് പറഞ്ഞിട്ടുള്ള ലിറിക്കൽ വീഡിയോ പുറത്തിറങ്ങി. പിന്നെ അതിന്റെ തെലുങ്ക് വെർഷനായിട്ടുള്ള വീടൊക്കട എന്ന് പറഞ്ഞിട്ടുള്ള പടം അവിടെ ജൂലൈ 19 തെലുങ്ക് സ്റ്റേറ്റിലൊക്കെ റിലീസ് ആകാൻ പോവാണ്. അപ്പോൾ അതിന്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. പിന്നെ തുടരുന്ന പടം 50 ഓഡിയന്റെ ഭാഗമായിട്ട് 50 ഡേയ്സ് ഓഫ് അൺസ്റ്റോപ്പബിൾ സക്സസ് എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ മാന്ന് പറഞ്ഞിടത്തിന്റെ ഭാഗത്ത് ഒരു പുതിയ പോസ്റ്റർ വന്നു. ജൂൺ 27 പടം റിലീസ് ആകാനുള്ള അറിയിച്ചുകൊണ്ട്. പിന്നെ പെഡി എന്ന് പറഞ്ഞിടത്തിന്റെ ഭാഗത്ത് ഒരു സ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ഈ സ്റ്റില്ല് നല്ല സ്റ്റില്ലായിട്ടാണ് തോന്നിയത്. പിന്നെ മിത്ര മണ്ഡലി എന്ന് പറഞ്ഞിട്ടുള്ള സിംഗിൾ ആയിട്ടുള്ള കട്ട് ആൻഡ് ടു ഗോ ജാനകി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങുന്നു അത് വന്നിട്ടുണ്ട്. പിന്നെ ലവ് മാരേജ് എന്ന് പറഞ്ഞിടത്തിന്റെ ഭാഗത്ത് 6 days to go പോസ്റ്റർ വന്നു. പിന്നെ വിനീത് ശ്രീനിവാസ് അടുത്തായിട്ട് എടുക്കുന്ന പടം നോബൽ തോമസിനെ വെച്ചിട്ടാണെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഷാൻ റഹ്മാനൊക്കെയാണ് മ്യൂസിക് ചെയ്യുന്നത്. എന്തായാലും ഒരു ആക്ഷൻ ത്രില്ലർ ഫിലിമാണ് പ്രാവശ്യം വരാൻ പോകുന്നത്. ഇത് സെപ്റ്റംബർ 25 ഈ വർഷം തന്നെ പുറത്തിറങ്ങുന്നുള്ള കേൾക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പൂജ ടൈമിലൊക്കെ ആയിട്ട്. പിന്നെ ഓഹോ എന്തൻ ബേബി എന്ന് പറഞ്ഞിടത്തിന്റെ ഓവർസീസ് റൈറ്റ്സ് എടുത്തിരിക്കുന്നത് AP ഇന്റർനാഷണലിലാണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഗാട്ടി എന്ന് പറഞ്ഞിടത്തെ സൈലോർ എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് സിംഗിൾ പുറത്തിറങ്ങുന്നതാണ് അത് വന്നിട്ടുണ്ട്. പിന്നെ 3 BHK എന്ന് പറഞ്ഞിടത്തെ ഇടിമഴ എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് സിംഗിൾ വരും എന്ന് പറഞ്ഞു അതും വന്നിട്ടുണ്ട്. പിന്നെ മീശ എന്ന് പറഞ്ഞിടത്തിന്റെ ഒഫീഷ്യൽ ടീച്ചർ പുറത്തിറങ്ങി. പിന്നെ മിറേജ് എന്ന് പറഞ്ഞിടത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മിഞ്ഞാന്ന് വരും ഇന്നലെ വരും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അത് മാറ്റിയിട്ട് ഇന്ന് 6 മണിക്ക് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് ഇതേപോലെ ഈ ടൈം ആകുമ്പോൾ വീണ്ടും വന്നിട്ട് നാളെ 6 മണിക്ക് എന്ന് പറയണമാവും. പിന്നെ ബബ്ബ എന്ന് പറഞ്ഞിടത്തിന്റെ റിലീസ് പൂജ ടൈമിലൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് കേൾക്കുന്നത്. പക്ഷേ സെപ്റ്റംബർ ഒക്ടോബർ ആ ടൈമിലായിട്ട് എന്തായാലും മോഹൻലാൽ പടത്തിൽ ജൂലൈ പകുതിയോടെ കൂടിയിട്ട് ജോയിൻ ചെയ്യുള്ളൂ എന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പടം ലേറ്റ് ആവുണ്ടായിരിക്കുക. പിന്നെ ആട് 3 എന്ന് പറഞ്ഞിടത്തിൽ വേറെ പുതിയ ക്യാരക്ടേഴ്സൊക്കെ വരുന്നുണ്ട് എന്നുള്ള പറഞ്ഞ് കേൾക്കുന്നുണ്ട്. എന്തായാലും ക്രിസ്മസിനാണ് പടം പ്ലാൻ ചെയ്യുന്നത്. ഇനി 80-90 ദിവസത്തോളം ഷൂട്ട് ബാക്കിയുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ അമേരിക്കാൻ്റെ സിത്താര ജമീൻ പർ എന്ന് പറഞ്ഞിട്ടുള്ള പടം പുറത്തിറങ്ങിയിരുന്നു. അത് വേൾഡ് വൈഡ് ആയിട്ട് 19.5-20 കോടി ആ ലെവലിലാണ് കിട്ടിയിട്ടുള്ളതെന്ന് കേൾക്കുന്നുണ്ട് കളക്ഷൻ. പിന്നെ ടോർപേഡോ എന്ന് പറഞ്ഞിട്ടുള്ള പടം തരുൺ മൂർത്തി അറിയായിട്ട് ഡയറക്ഷൻ ചെയ്യാൻ പോണ പടമാണ്. നെസ്ലിൻ, ഫഹദ് ഫാസിൽ, അർജുൻ ദാസ്, ഗണപതി ഇവരൊക്കെയാണ് മെയിൻ കഥാപാത്രങ്ങളായിരുന്നു. എന്തായാലും നെസ്ലിൻ്റെയും ഫഹദ് ഫാസിലിൻ്റെയും ഫ്രീ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പടങ്ങൾ ചെയ്യാത്തൊരു ടൈം അല്ലെങ്കിൽ ഫ്രീ ആയിരിക്കുന്ന ഒരു ടൈമിലായിരിക്കും ഈ പടത്തിന്റെ പരിപാടികൾ തുടങ്ങിയെന്നുള്ളതാണ് കേൾക്കുന്നത്. എന്നുവെച്ചാൽ ഷൂട്ട് തുടങ്ങിയെന്നുള്ളത്. പിന്നെ ഹരിഹര വീലമല്ലു എന്ന പടത്തിന്റെ റിലീസ് ജൂലൈ 25 ആവുന്ന രീതിയിൽ കേട്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന അപ്ഡേഷനിൽ എന്തായാലും ജൂലൈ 24 റിലീസ് ഡേറ്റ് ആയി അടുത്തായി പറഞ്ഞിട്ടുള്ളത്. ഇത് മാറ്റുമെന്നുള്ള കണ്ടറിയാം. പിന്നെ പള്ളി ചട്ടമ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഡിജോ ജോസ് ആന്റണി എടുക്കുന്ന പടം ടോവിനോ തോമസിനെ വെച്ച് എടുക്കുന്ന ആളാണ്. ഈ പടത്തിന്റെ ഷൂട്ടിംഗ് ജൂൺ 23 എന്ന് വെച്ചാൽ നാളെ മുതൽ തുടങ്ങും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും കണ്ടറിയാൻ തുടങ്ങില്ല എന്നുള്ളത്. പിന്നെ സർദാർ 2 എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ റിലീസ് ഡിസംബറിലായിരിക്കും എന്നുള്ളത് കേട്ടിട്ടുണ്ട്. അത് ഡേറ്റ് ഒന്നും കൺഫേം ആയിട്ടില്ല. എന്തായാലും ഡിസംബറിൽ ആ ക്രിസ്മസ് ടൈമിലാവുമോ ഇനിയിപ്പോൾ അതിന്റെ മുന്നായിട്ട് ഉണ്ടാവും എന്നുള്ള അറിയത്തില്ല. പിന്നെ കറുപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന് ഒരു അനൗൺസ്മെന്റ് വന്നിരുന്നു. എന്ന് വെച്ചാൽ സൂര്യ 45 ടൈറ്റിലാണ്. എന്തായാലും പോസ്റ്ററൊക്കെ ഗംഭീരനായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത മാസം മുതൽ ഇതിന്റെ ഒരു ഫീസ്റ്റ് അല്ലെങ്കിൽ ഇതിന്റെ സംഭവങ്ങൾ ഇങ്ങനെ പുറത്തിറക്കി വിടാൻ പോകാൻ തോന്നുന്നുണ്ട്. എന്താണെന്നുള്ള അറിയത്തില്ല. എന്തായാലും വരട്ടെ. പിന്നെ കുബേര എന്ന് പറഞ്ഞിട്ടുള്ള നോർത്ത് അമേരിക്കയിൽ മാത്രം 1 million+ കളക്ഷൻ ആയിട്ടുണ്ട്. എന്തായാലും പടം വേൾഡ് വൈഡ് ആയിട്ട് 28.5 കോടിയുടെ അലവരിക്കൊക്കെയാണ് എത്തിയിട്ടുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. പക്ഷേ അവർ ഒഫീഷ്യലായി പോസ്റ്റർ ആക്കിയിട്ടുള്ളത് ഫസ്റ്റിൽ 30 കോടി നേടി എന്നുള്ളതാണ്. എന്തായാലും ധനുഷിന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഫസ്റ്റ് ഡേയിൽ കിട്ടുന്ന പടം ഇത് തന്നെയാണ് ഇപ്പോൾ. പിന്നെ കേരളത്തിൽ ആ കൂടിയിട്ട് 29 ലക്ഷം അങ്ങനെ എന്തോ നേടാൻ സാധിച്ചിട്ടുള്ള പടത്തിന്. പിന്നെ ഒറ്റക്കൊമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സുരേഷ് ഗോപിയുടെ വരാൻ പോകണം പടം. ആ പടം ഏപ്രിൽ ടൈമിലായിട്ട് വെച്ചാൽ 2026 ഏപ്രിലൊക്കെ ആയിട്ടായിരിക്കും റിലീസ് ആകുക എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ ആസിഫലിന്റെ ടിക്കറ്റ് ഒക്കെ പറഞ്ഞിട്ടുള്ള പടം ആളുടെ ഒരു ആക്ഷൻ പടം വരുന്നതാണ്. എന്തായാലും ഈ പടത്തിന് പ്രതീക്ഷ ഉണ്ട്. എന്തായാലും ഈ പടത്തിൽ സംഗീത് പ്രതാപും നെസ്ലിനും ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഗംഭീരാവും തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ ശിവാർത്തിൻ്റെ ഇനി അടുത്ത വരാൻ പോകുന്ന പടങ്ങളിൽ ഒരു പടം വെങ്കട് പ്രഭു എടുക്കുന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്തായാലും ഈ പടത്തിൽ നായിക എത്താൻ പോകുന്നത് കല്യാണി പ്രിയദർശനും അതേമാതിരി കയാട് ലോഹർ ആയിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. ഈ രണ്ടാൾക്കാരും മെയിൻ കഥാപാത്രങ്ങളായി എത്തുന്നുള്ളതാണ് കേൾക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരാളുണ്ടാവും എന്നുള്ള രീതിയിലല്ല. പിന്നെ പടത്തിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ടൈം ട്രാവൽ രീതിയിലാണെന്നുള്ളത് കേൾക്കുന്നുണ്ട്. പിന്നെ സുരേഷ് ഗോപിയുടെ JSK എന്ന് പറഞ്ഞിട്ടുള്ള പടം ജാനകി VS സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ഒരു സെൻസറിങ് ഇഷ്യൂ അങ്ങനെ എന്തോ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 27 റിലീസ് ഉണ്ടാവില്ല എന്നുള്ള പറഞ്ഞു
കേൾക്കുന്നുണ്ട്. എന്തായാലും ഫസ്റ്റ് ഇതിൻ്റെ ജൂൺ 20 റിലീസ് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് ഉണ്ടാവില്ല, അപ്പോൾ അത് മാറ്റിയിട്ട് ജൂൺ 27 എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ജൂൺ 27 റിലീസ് ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. പിന്നെ വിലായത്ത് പുത എന്ന് പറഞ്ഞിട്ടുള്ള പടം പൂജക്കായിരിക്കും റിലീസ് ചെയ്യുക എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും പൂജ എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ 25 പടം റിലീസാകാൻ പോകണം എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ഗംഭീരമായി വരുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ സന്ദീപ് റെഡ്ഡി വാങ്കയുടെ അടുത്തായിട്ട് വരാൻ പോകണ അവിടെ സ്പിരിറ്റ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് തോന്നുന്നത് പ്രഭാസിൻ്റെ. അത് കഴിഞ്ഞാൽ ആള് ആറിനിട്ട് പടം ചെയ്യാന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാളെ കേൾക്കുന്നതെന്ന് വെച്ചാൽ രാംചരൻ്റെയാണ്. രാംചരനും സന്ദീപ് റെഡ്ഡി വാങ്കും കൂടി ഒന്നിക്കുന്ന ഒരു പടം ഉണ്ടായിരിക്കും എന്നുള്ളത് കേൾക്കുന്നുണ്ട്. പിന്നെ ആശീർവാദ് സിനിമാസ് ഒരു അപ്ഡേഷൻ വരും എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. എന്തായാലും അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഒരു വീഡിയോ പോലെയാണ് പുറത്തിറക്കിയിട്ടുള്ളത്. ദൃശ്യം 3 അനൗൺസ്മെന്റ് ആണ്. അനൗൺസ്മെന്റ് ഓൾറെഡി വന്നാണ്, അതിൻ്റെ ഒരു അപ്ഡേഷൻ ആണ്. ഇവർ 3 ആൾക്കാർ കൂടി വന്നിട്ടുള്ള ഒരു രീതിയിലുള്ള വീഡിയോ ഒക്കെ പുറത്തിറക്കിയിട്ടുണ്ട്. എന്തായാലും പടത്തിന്റെ ഷൂട്ടിംഗ് ഒക്ടോബറിൽ തുടങ്ങുന്നുള്ളതും അറിയിച്ചിട്ടുണ്ട് ഈ വർഷം തന്നെ. അപ്പോൾ അടുത്ത വർഷം തന്നെ ദൃശ്യം 3 കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. പിന്നെ ഇന്ന് തലപതി വിജയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ തലപതി വിജയ്. എന്തായാലും ആളുടെ അടുത്ത ഇറങ്ങാൻ പോണ പടം ജനനായകൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ 3 hours to go, അതേമാതിരി 1 hour to go എന്നുള്ള രീതിയിലൊക്കെ കുറേ സംഭവങ്ങളൊക്കെ പുറത്തിറക്കിയിട്ടായിരുന്നു. എന്തായാലും പറഞ്ഞ പോലെ തന്നെ ഗ്ലിംസാണ് പുറത്തിറക്കിയിട്ടുള്ളത്. ഗ്ലിംസിന് ഇതാ ഫസ്റ്റ് റോർ എന്നുള്ള രീതിയിലാണ് പേര് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഇതാണ് പോസ്റ്റർ. പക്ഷേ പോസ്റ്റർ അത്ര പോരാ, പക്ഷേ ഗ്ലിംസ് അടിപൊളിയാണ്. അതിൽ പോലീസ് ക്യാരക്ടറായിട്ടാണ് ആളെത്തുന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് തന്നെയാണ് ക്യാരക്ടർ. പിന്നെ ലുക്കിൽ വ്യത്യാസമുണ്ട്, മീശ വിരിച്ച രീതിയിലൊക്കെ ഉള്ള ഒരു സംഭവമാണ്. അത് ഫസ്റ്റ് റോർ വരുന്നുണ്ട് എന്നുള്ള പോസ്റ്ററിൽ തന്നെ കണ്ടതാണ്. പിന്നെ പടത്തിൽ രണ്ടുതാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. പക്ഷേ മ്യൂസിക് വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. എന്തായാലും ഗ്ലിംസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലത്തെ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ലുക്കി അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.